ഹായ് ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ അടുത്തുള്ള മാരിയമ്മൻ ദേവിയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ വാർഷികമായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഗണപതി ഹോമം ഉണ്ടായിരുന്നു. രാവിലെ ഒരു 5:30-ക്കൊക്കെ ഗണപതി ഹോമം ഉണ്ടായിരുന്നു. അതിനുശേഷം അഭിഷേക പൂജയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ചെണ്ടമേളമാണ്. അപ്പോൾ ചെണ്ടമേളം കണ്ടപ്പോൾ അൻവിക്കുട്ടനാണെങ്കിൽ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പോൾ അവൻ അതിൻ്റെ മുമ്പിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. അവൻ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് അഭിഷേക പൂജയുടെ പ്രസാദം തന്നിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നല്ലൊരു സദ്യ ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയതോടുകൂടി എല്ലാ സ്ത്രീജനങ്ങൾക്കും ഉള്ള വിളക്ക് പൂജ ഏർപ്പാടായി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇലകളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പിലായിട്ട് വിളക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനേക്ക് ആവശ്യമായിട്ടുള്ള കുങ്കുമമാണ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 6:30 ആ സമയത്തൊക്കെ വിളക്ക് പൂജ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് അനുവാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാമി ഏകദേശം ഒരു 6:30 ആകുമ്പോൾ എത്തി. അദ്ദേഹമാണ് മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ഇവർ ഏറ്റു പറയുക ചെയ്തത്. അങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെ വിളക്ക് പൂജ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് ഇത്ര നേരം ഒരു 1-1.5 മണിക്കൂറൊക്കെ ഏകദേശം ഇരിക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇത്ര നേരമൊന്നും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇത്തരം അവൾ വിളക്ക് പൂജയിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ വളരെ താല്പര്യത്തോടു കൂടി തന്നെയായിരുന്നു അവൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്വാമി വന്നതിന് ശേഷം ഓരോ മന്ത്രങ്ങളായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വർഷങ്ങൾ കുറേ ആയി വിളക്ക് പൂജ നടത്തിയിട്ട്, കുറേ വർഷങ്ങളായിട്ടോ. പിന്നെ ഇപ്പോഴാണ് വിളക്ക് പൂജ നടത്തുന്നത്. അപ്പോൾ സ്വാമി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ. വിശ്വരൂപായ വിശ്വഭ്രമണകാരണ്യേ വിദ്രുമാഭായ വൈഷ്ണവ്യേ വിഷ്ണുരൂപിണ്യേ അയോനേ യോനിലയായ ഗോരസ്ഥായ രൂപിണ്യേ വീരഗോഷ്ഠീപ്രിയായ വീരായ ലക്ഷ്മ്യായ നാഗരൂപിണ്യേ വിജ്ഞാനകല്യായ കല്യായ വിദഗ്ധ. മന്ത്രം ചൊല്ലുന്നതോടൊപ്പം തന്നെ അവൾ പൂവ് ഇടാനുള്ള തിടുക്കത്തിലായിരുന്നു. വിളക്ക് പൂജയ്ക്ക് ആവശ്യമുള്ള പൂവും അതുപോലെ തന്നെ പ്ലേറ്റും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. ബാക്കിയുള്ള വിളക്കും വാഴയിലയും അതൊക്കെ നമ്മൾ അമ്പലത്തിൽ നിന്നാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിളക്ക് പൂജയ്ക്ക് ശേഷം ഒരു 6:30 ആ സമയം തുടങ്ങി. പിന്നെ ഒരു 7:30 ആകുമ്പോൾ വിളക്ക് പൂജ അവസാനിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും വിളക്ക് പൂജ കഴിഞ്ഞതിന് ശേഷം കർപ്പൂരം കാണിക്കുകയാണ്. അതിന് ശേഷം എല്ലാവരുടെ വിളക്കും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വെക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതിന് ശേഷം മാവ് പൂജ എല്ലാം ഉണ്ടായിരുന്നു. പച്ചമാവ് പൂജയും കടല അതുപോലെ തന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ പ്രസാദമൊക്കെ കിട്ടി കേട്ടോ. എല്ലാവരും കർപ്പൂരം കാണിച്ചതിന് ശേഷം ഓരോരുത്തരായിട്ട് വിളക്ക് കൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൊണ്ട് വെച്ചതിന് ശേഷം നമുക്ക് പച്ചമാവിൻ്റെ പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.